السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، بسم الله عظيم القدرة والشان، بسم الله عظيم القدرة والشان، بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله بسم الله بسم الله، ما شاء الله كان، فما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. صدق الله صدق الله صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله، وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: من أحب سنتي فقد أحبني، ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم: يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به، سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم. എല്ലാവരും എച്ചിന്റെ മദീനത്ത് ഒരു സ്വലാത്ത് ചൊല്ലുക. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി والثقلين والفارقين من قرب ومن عجب. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഹിറിയങ്ങളെ, ബാലക്കാരെ, ചങ്ങായിമാരെ, ഉമ്മപ്പെങ്ങന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളെ ഭാഗത്ത് കബൂലാക്കി തരട്ടെ. ഈ പള്ളിയുടെ മദ്രസത്തോ വട്ടാരത്തിൽ അവന്റെ ദീന് ചൊല്ലുകയും കേൾക്കുകയും ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയ അല്ലാഹു
ഈ സദസ്സിലുള്ളൂ ನನ್ನ പൽക്ക കേട്ടുകൊണ്ടുള്ള എല്ലാവരും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ സ്വർഗ്ഗത്തിൽ കൂടവും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഉള്ള പള്ളി ഇന്റെ അധികൃതമായിട്ട് ഇനാഗുറേഷൻ ഉദ്ഘാടന കാര്യക്രമമായപ്പോഴത്തോ ഈ പുതിയ മദ്രസ അങ്ങനെ ഞങ്ങളെ എല്ലാ പള്ളി മദ്രസ അല്ലാഹു അവന്റെ പ്രത്യേകമായ കാവൽ കൊടുത്തിട്ട് ഖിയാമത്ത് നാളുതോളം പരമ്പരാഗതമായിട്ട് ಅದರ ഒരു ചൈതന്യത്തിലും ಅದರ സൗമ്യത്തിലും ഭദ്രതയിലും ഒരു തട വരാത്ത പോലെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ചമ്മനാരെന്തു പ്രസംഗിക്കില്ല, അങ്ങനായിട്ടിക്കടെ പെറോദിച്ചങ്ങനെ എതിർദൈ പാടിയത് ചമ്മനാരെന്തു പ്രസംഗിക്കില്ല. ಯಾರ ಜನರು ഒരു അരമുക്കാൽ ಗಂಟೆ ಮಾತ್ರ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನಾ മനസ്സിൽ വിചാരിച്ചു. കാരണം ചമ്മനാരെന്തു പ്രസംഗിക്കടെ ഒരു പൊസിഷൻ അല്ല ഇപ്പൊ. കാരണം ബഹുമാനപ്പെട്ട ഉജരത്തങ്ങ ചമ്മ വിഷയിച്ചൊത്തു മാണി ഉസ്താദ് അധികൃതമായിട്ട് ഉദ്ഘാടനാക്കിയിട്ടുണ്ട്. നാനുണ്ടായെങ്കില നിങ്ങളെ റായത്തെ മൈക്ക് നല്ല ഇന്നത് കൊണ്ടായിട്ട് അല്ലെങ്കിൽ എനിക്ക് തീരെ സൗണ്ടില്ല. നാൽകും ഈ ടൈം ആയതുകൊണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ടും തീരെ സൗണ്ടില്ല. രണ്ടാമതായിട്ട് ഇണ്ടും നാലും നാലക്കല് നാല് ദർസ് നടത്തിയിട്ടുള്ളൂ. മൂടുബിദ്ര അത് ഞങ്ങളെ ദർസില് മുതഅല്ലിമീനലോ കോമ്പറ്റീഷൻ കാര്യക്രമ സ്പർദ്ധ കാര്യക്രമം നടന്നുകൊണ്ടുണ്ട്, ഇപ്പം നടന്നുകൊണ്ടുണ്ട്. അപ്പൊ ഈ 3-4 ഒരിക്കലും ഫംഗ്ഷൻ ഒക്കാത്ത നാളായിട്ടില്ല. കാരണം മുതഅല്ലിമീങ്ങൾ വന്ന് ചൊന്നാറ് എല്ലാ നാളും ഉസ്താദ് വാഴക്ക് പോകുമ്പോ ഈ 3-4എങ്കിലും ഞങ്ങളെ കാര്യക്രമം നടക്കുമ്പോ ഉസ്താദ് ഇവിടെ വേണം. അങ്ങനെ ഗൗരവത്തില് ചൊന്നപ്പ ആ മക്കളോട്ടുള്ള തിരിച്ചു കൊണ്ടിട്ട് 3-4 കാര്യക്രമം ഒത്തിട്ട് വരും. അതേ ടീമോ ഇണ്ടത്തെ കാര്യക്രമം നാലത്തെ നാളും നാലക്കരി നാളും ഈ 3-4 ഞങ്ങൾക്ക് മേന്മായ ആൽമാർ ഒത്തായാക്കിയപ്പ മുതഅല്ലിമീന ചൊന്നെങ്കിൽ ഞങ്ങളെ ഉൽഗത്തന അങ്ങനെ എങ്ങനെ സമാധാനാക്ക ഞങ്ങളെ മക്കൾക്ക് സമാധാന ശിഷ്യന്മാർ. അപ്പൊ അങ്ങനെ എങ്ങനെ സമാധാനാക്ക ചെന്നിട്ടു ഒത്തടത്തുക വേനായിട്ടായിട്ട് ഇണ്ട് ബന്ധു ഇണ്ടത്തെ കാര്യക്രമം ഒക്കവും കാരണം നിങ്ങളെ ഈ റായത്തുള്ള ഹാരിസുകളുടെ പാലക്കാരൻ ഞങ്ങളെ മൂടുബിന്ദിരല് അൽഹംദുലില്ലാഹ് കുറെ ആൾമാരുടെ സഹായത്തോടുകൂടെ ഒരു റെസ്റ്റോറന്റ് നടപ്പാട്ടിയുണ്ട്. അമ്മ ആരിസ് ദർശക വന്നിട്ട് ഒത്തായാക്കിയത് കൊണ്ടിട്ടു ഒക്കണായി വന്ന് നാലത്തെ കാര്യക്രമ ബേക്കൾ ഉസ്താദ് ചൊന്നത് കൊണ്ട് ഒക്കണായി വന്ന് അങ്ങനെ ഞങ്ങൾക്ക് പേന്മായപ്പോഴത്തെ ആൾമാർ ഞങ്ങ പിർസഭയ്ക്കടെ ഞങ്ങ ബഹുമാനിക്കടെ ആൾമാർ ഒത്തായാക്കുമ്പോ ഒരിക്കലും തിരസ്കരിക്കുകയാവാത്തത് കൊണ്ട് മാത്രം ഇവിടെ വന്നോ. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ആരോഗ്യ സಚಿವ ड्यूटी കാതറാക്ക ബണ്ടിട്ട് വിഷയക്കെടുത്ത് നോക്ക ഇൻഷാ അല്ലാഹ് പ്രസംഗത്തെ നടുവ് വന്ന് എത്തു. അതിന് മുന്നോട്ട് കൊറിയ വിഷയം മാത്രം ചെന്നിട്ട് നാം എന്റെ വർഗം നിപ്പാട്ടെ. അള്ളാഹു നല്ലത് ചൊല്ലുകയും നല്ലത് കേൾക്കുകയും നമ്മളെ ലൈഫിൽ അത് എടുത്തോണ്ട് പുറകെ അള്ളാഹു തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ നാളിലെല്ലാം ആദം ഫൈസി ഉസ്താദറും അതുപോലെ റഫീഖ് സഅദി ഉസ്താദരെല്ലാം ഗണപത പ്രഭാഷണം ഇവിടെ നടന്നിട്ടിക്കൊണ്ട് ഞാൻ അർത്ഥാക്കിക്കൊണ്ടില്ല. അതുകൊണ്ട് ചെമ്മെന്തു ലേറ്റാക്കാൻ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വാഴ കേൾക്കുന്ന പൊസിഷൻ അല്ല, വലിയ സന്തോഷത്തെ പൊസിഷൻ. കാരണം ഞങ്ങളെ പുതിയ ഒരു മദ്രസ ഒരു 6-7 ലാഖ് ചെലവിട്ടിട്ട് ഒരു പുതിയ മദ്രസ ഇവിടെ ഉദ്ഘാടനായി. അപ്പൊ ഈ റായത്തുള്ള നല്ല ആൽമാര് സന്തോളത്തിലിരിക്കുമ്പോ ആ സന്തോളത്തിൽ ഞങ്ങൾ കൂടി ഒന്ന് ഷെയർ ആവാം, ഒന്ന് ഭാഗിയാവാം ഉള്ള നിയത്തിലായിട്ട് പറഞ്ഞോ. അല്ലാഹു തആല ഈ സന്തോള നാളെ ആഖിറത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ കാരണം അവിടെ പോലത്തെ സന്തോളത്തെ കൂട്ടത്തില് അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ തിങ്കളായിട്ട് കിടന്ന എല്ലാവരും ഉള്ളൂ. റബീഉൽ അവ്വൽ തിങ്കളുടെ മഹത്വം 6 വട്ടം ചൊല്ല അകറ്റിയില്ല. റമദാനുകളുടെ മഹത്വം നമുക്ക് എല്ലാവർക്കും ಗೊತ್ತುಂಟು. അതുകൊണ്ടിട്ടല്ലേ 2 തോലും പള്ളിയുടെ വായിൽ നോക്കാത്ത ആൾമാർ റമദാനുക പള്ളിക്ക് വേണ്ടാറ്. കാരണം റമദാന്റെ മഹത്വം പോരിശ
എന്തിനെ ചൊന്നിട്ട് എല്ലാവർക്കും ബന്ധുണ്ട്. ആ റമദാൻ തിങ്കളിലെ ബാക്കി 4 പള്ളിക്ക് ബറാത്തവണോ ബാക്കി 4 തറാവി നിസ്കരിക്കുക പള്ളിക്ക് ബറാത്തവണോ ഇരിയത്തേണ്ട മോന്തിക്ക് ലൈലത്തുൽ ഖദ്ർ രണ്ട് ബന്നെ ബണ്ട. കാരണം അണ്ടത്തെ 4 പവർ ബാക്കി 4 പവറെ കാട്ടി യാരെ 4 പവറുണ്ട്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 1000 തിങ്കളുടെ കാട്ടി വലിയ പവറുള്ള കാലി ഒരു മോണ്ടി 12 ഗಂಟೆ കാട്ടി കൊറോടി ഗಂಟೆയുള്ള ഒരു ജാവു. ആ ഒരു ജാവു 1000 തിങ്കളെ കാട്ടി യാരെ പവറുള്ള ജാവു. അപ്പൊ അതുകൊണ്ടിട്ട് ബാക്കി 4 പള്ളിക്ക് ബറാത്തവണോ ലൈലത്തുൽ ഖദ്റിന്റെ മോന്തിക്ക് തലകൊരു തട്ടോ ഇട്ടിട്ട് കയ്യിലൊരു ടവലും പിടിച്ചിട്ട് തലയിലൊരു തൊപ്പിയും വെച്ചിട്ട് തറാവി നിസ്കരിക്കുന്നു പള്ളിക്ക് വേണ്ടത് കണ്ടേ. ഞാനിപ്പോ ചൊന്നോട്ടുള്ളൂ നിങ്ങൾ പേരിക്കുക റബീഉൽ അവ്വൽ തിങ്കൾ ഇയാലെന്റെ ബാബ റമദാന്റെ പോരിശ ചെന്നോണ്ടുണ്ട്. അതല്ല, ആ റമദാന്റെ പോരിശ എത്രയായിട്ട് ഞങ്ങളെ മനസ്സിന് നമുക്ക് ഗത്തുണ്ടല്ലേ മോമിനികളെ. ആ റമദാന്റെ കാട്ടി പവറുള്ള തിങ്കള് ഈ ദുനിയാവിലുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ കാട്ടി പവറുള്ള ഒരു ജാവു ഈ ദുനിയാവിലുണ്ട്. അത് നൗഫലിന്റെ അഭിപ്രായ അല്ല, കലശന അഭിപ്രായ അല്ല. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി കിതാബിൽ എഴുതി വെച്ചിട്ട് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുനിയ എന്ന കിതാബിൽ എഴുതി വെച്ചിട്ട്, അതുപോലെ മാലിക്കി മദ്ഹബിലെ വലിയ ഇമാമായിട്ടുള്ള ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖൽ എന്ന കിതാബിൽ എഴുതി വെച്ചിട്ട് അതേത് ജാവു ലൈലത്തുൽ ഖദ്റിന്റെ ജാവുടെ കാണ്ടി വലിയ പോരിശമുള്ള മോന്തി ഏത് വത്തുണ്ട റബീഉൽ അവ്വൽ 12 മോന്തി. കാരണം എന്തിಗೆ അണ്ടത്തെ സുബഹിയുടെ തെല്ല് മുനോലായിട്ട് കിട് ഞങ്ങളെ കൽബിയുടെ രാജാവായിട്ടുള്ളോ താജ്ദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത്ത് ജനാബെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആമിന ബീവി പെത്തോ റബീഉൽ അവ്വൽ 12 സുബഹിയുടെ തെല്ല് മുനോലു. ആ മോന്തിಗೆ ലൈലത്തുൽ ഖദ്റിന്റെ മോന്തിയുടെ കാട്ടി വലിയ പവറുണ്ട്. അതെന്റെ കാരണം അത് ഇമാമിങ്ങൾ ചോദിയുടെ അകറ്റിയില്ല ചോറ് തിന്നറ ബുദ്ധി കൊണ്ടൊന്ന് ടിക്കാക്കി ഇങ്ങനെ അർത്ഥമുള്ളൂ. കാരണം ഇണ്ടിപ്പറങ്ങ റമദാൻ തിങ്ങ ഉണ്ട്, ലൈലത്തുൽ ഖദ്റുണ്ട്, എല്ലാം ഉണ്ട്. നബിത്തങ്ങ ഇന്നില്ലെങ്കിൽ റമദാനിക്കാന്ത, നബിത്തങ്ങ ഇന്നില്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിന്റെ മോന്തിക്കാന്ത ഇല്ല. അപ്പൊ റമദാനെ കിട്ടത് നമുക്ക് കാരണം സബൂബ് റീസൺ ലൈലത്തുൽ ഖദ്റിന്റെ മോന്തി നമുക്ക് കിട്ടത് കാരണം സബബ് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട്. അതുകൊണ്ടിട്ട് ലൈലത്തുൽ ഖദ്റിന്റെ മോന്തിനെ കാട്ടി വലിയ പവർ നബി തങ്ങളെ പെറ്റ നാളുകോ അതിനെ മുന്നോട്ട് മോന്തികൊണ്ടു. അതുകൊണ്ടിട്ടല്ലേ ഈ തിങ്കൾ വരുമ്പോ മനസ്സിന് ഈമാനുള്ള എല്ലാ ആൾമാർക്കും വലിയ സന്തോഷം. ഇപ്പൊ നിങ്ങളെ മുഖം നോക്കുമ്പോ വലിയ സന്തോഷം കണ്ടോട്ടുണ്ട്. ഈ വാഴ കേട്ടോണ്ടുള്ള ഉമ്മമാർക്ക് വലിയ സന്തോഷം, പെങ്ങന്മാർക്ക് വലിയ സന്തോഷം. എന്തേ കാരണം? ഒരു മുസ്ലിമായ മനുഷ്യവും അവന്റെ സ്വന്തം മോന്റെ പെട്ടനാളുടെ കാട്ടി യാറെ സന്തോഷം അവന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടിട്ട് മുസ്ലിമീങ്ങളിൽ 2 വിഭാഗം ആൾമാരെ നമുക്ക് കാണുക. 2 വിഭാഗവും ഞങ്ങൾ മുസ്ലിമീങ്ങാട്ടെ ചെന്ന് നടക്കുന്ന ആൾമാർ. അതിൽ ഒരു വിഭാഗം ആൾമാർക്ക് റബീഉൽ അവ്വൽ തിങ്കൾ ബന്ധിട്ട് ചെന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് മുഖബാരി സന്തോഷത്തിൽ പെട്ടു. അതേ ടൈമിൽ വേറൊരു വിഭാഗം ആൾമാര് മുസ്ലിമീങ്ങാട്ട് ചൊല്ലാറ്, 5 വക്ത് നിസ്കരിക്കാറ്, മൂത്തൊരു താടി വയ്ക്കാറ്, സുന്നത്ത് ചെന്നിട്ട് സുന്നത്ത് എടുക്കാറ്, എല്ലാം ആക്കിടാറ്. അതേ ടൈമിൽ റബീഉൽ അവ്വൽ തിങ്കൾ ബന്ധിട്ട് ചെന്നെങ്കിൽ ഈ മുഖബാടി കൊണ്ടു. ഇങ്ങനെ 2 വിഭാഗം ആൾമാരെ നമുക്ക് കാണാതാവിടെങ്കിലോ മൂത്തിന് സന്തോഷം കാണുന്നതും മൂത്ത് ബാടി പോകുന്നതും രണ്ടും അത് ഈ മനസ്സിന്റെ എഫക്റ്റ് ആയിട്ട് കിടക്കും. ഈ മനസ്സിന് സന്തോഷം കാണുമ്പോ മൂത്തിന് സന്തോഷം കാണും, മനസ്സിന് ബേജാറ് കാണുമ്പോ ആ ബേജാറ് മൂത്തിനും കണ്ടിട്ട് ആ ബേജാറ് കാണാനായിട്ട് മുഖപാടി പോട്ടു. അപ്പൊ ഈമാനുള്ളവന്റെ മനസ്സിന് വലിയ സന്തോഷമുണ്ട് നബി തങ്ങളെ പെട്ടനാൾ വരുമ്പോ. കാരണം ഇപ്പൊ മദ്രസ ഉണ്ട്, പള്ളി ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, മൈക്കുണ്ട്, ഈ ലൈറ്റ് ഉണ്ട്, ഈ കാണുന്ന ജനങ്ങളുടെ മറവുണ്ട്. നിങ്ങൾ ഉള്ളാറ്, നാനുള്ള ഞങ്ങൾ അപ്പ ഉണ്ട്, നിങ്ങൾ അപ്പമാരുള്ളാറ്, തന്റെ ഉമ്മ ഉണ്ട്, നിങ്ങൾ ഉമ്മമാരുള്ളാറ്. ഇങ്ങെല്ലാം ഇപ്പൊ കാരണം മേൽ നോക്കി ജാവമാണ് നോക്കി ചന്ദ്രൻ കണ്ട്, പൂർവ്വമാണ് നോക്കി സൂര്യ കണ്ട്, അല്ലാതെ എപ്പം നോക്കി ആകാശം കണ്ട്, കീഴ് നോക്കി ഭൂമി കണ്ട്, സുബ്ഹാന ജല്ല ജലാലു മേലെ ഇങ്ങനെ നോക്കി നിങ്ങൾ ഫ്ലൈറ്റ് കൊണ്ടത് കണ്ട്,
ട്രെയിനിലെ ട്രാക്കിൽ ഇങ്ങനെ ട്രെയിൻ പോകേണ്ടത് കണ്ട് ഇതെല്ലാം ഈ ദുനിയാവിന് പറഞ്ഞു കാരണം മുഹമ്മദ് മുസ്തഫ. നബിതങ്ങ ഇല്ലെങ്കിൽ ഈ മദ്രസയില്ല, ഈ പള്ളിയില്ല, കമ്മടകട്ടയില്ല, കടേശാലയില്ല, അജിലമകറു ഇല്ല, ഉപ്പിനങ്ങാടിയില്ല, ഒബറില്ല, ഗബറില്ല, എത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതുകൊണ്ട് എല്ലാം പുറത്തു. അതുകൊണ്ടല്ലേ അല്ലാഹു ജല്ല ഫൽക്കന്തരെ മോനെ ഇങ്ങോട്ട് ലൗലാഹു ലൗലാഹു ലമാ ഖലഖതുൽ അഫ്ലാക. നബി തങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ നക്ഷത്രത്തെ പടക്കാനാണ്. നബി തങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യപ്പ സാറ്റർൺ ഉണ്ട്, പ്ലൂട്ടോ ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, മാർസ് ഉണ്ട്, എത്ര പ്ലാനറ്റ് ഉണ്ട്. ഒരേ ഒരു പ്ലാനറ്റ് പടക്കാനകത്ത് നബി തങ്ങളെ പടച്ചില്ലെങ്കിൽ അവ ഇതെല്ലാം പറഞ്ഞത് കാരണാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമുക്ക് വലിയ സന്തോഷ നിമിത്തങ്ങളെ പെത്ത തിങ്കൾ പറയുമ്പോൾ നാൾ പറഞ്ഞു. അതേ ടൈമിൽ അണ്ട് ദുഃഖപ്പെട്ട ഒരു ചങ്ങായില്ലെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പരമശത്രു സാക്ഷാൽ നമ്പർ 1 ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. കാരണം ഇബ്ലീസ് എല്ലാ ടൈമിലും സന്തോഷപ്പെട, എല്ലാ ടൈമിലും ഇബ്ലീസിനെ കൊത്തി. ഇബ്ലീസിന് ബേജാറായ 4 ടൈം ഉണ്ടു. ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായ ചൊല്ല കിതാബിൽ എഴുതി വെച്ചത് ഇമാം ഹൽബി റളിയല്ലാഹു അൻഹു അസ്സീറത്തുൽ ഹൽബിയ ചൊല്ല കിതാബിൽ എഴുതി വെച്ചത് 4 ടൈമിൽ ഇബ്ലീസിന് ദുഃഖ ഭാരി ബേജാർ. അണ്ട് ഇബ്ലീസ് മുഖ ബാടി നോക്കി. ഏത് 4 ടൈം? ഒന്നാമത്തെ ടൈം ഹീന ലുനിന, അല്ലാഹു ഇബ്ലീസിന്റെ മേലെ ലഅനത്ത് വെച്ചല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി. അണ്ടത്തെ 4 ഇബ്ലീസ് ഉൾപ്പെട്ടു പോയ. രണ്ടാമത്തത് ഇബ്ലീസ് ഉൾപ്പെട്ട 4 ഏതുകൊണ്ടുണ്ട്? വഹീന ഉഹ്ബിത, സ്വർഗത്തിൽ ഇന്ന് കള്ളട സ്വർഗത്തെ ഭർത്താക്കിട്ട് ബൽസെറിഞ്ഞപ്പ ഇബ്ലീസിന് വലിയ ദുഃഖ. അണ്ട് ഇബ്ലീസ് ഉൾപ്പെട്ട. മൂന്നാമത്തെ നേരം ഇബ്ലീസ് ഉൾപ്പെട്ട മൂന്നാമത്തെ ടൈമോ ഹീന ഉൻസില സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലുള്ള പ്രധാനപ്പെട്ട സൂറത്തായിട്ട് ഉമ്മുൽ ഖുർആൻ. ഉമ്മ പെങ്ങന്മാരെ മുസ്ഹഫ് തുറന്നെങ്കിൽ ഫസ്റ്റ് ബൽത്തമോത്തുൽ ഖുർആന്റെ ഒന്നാമത്തെ സൂറത്ത് ഖുർആന്റെ ഉമ്മ. ഒരു മനുഷ്യന്റെ ഉമ്മ ചൊന്നെങ്കിൽ ആ ഉമ്മക്ക് വലിയ പവർ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഖുർആന്റെ ഉമ്മ ചൊന്നെങ്കിൽ ഖുർആനിലുള്ള എല്ലാ വിഷയവും ഉള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു തആല അവതീർണാക്കിയപ്പ ഇബ്ലീസിന്റെ മുഖം പാടി പോയിട്ട് ബാക്കിൽ കുറെ ആൾമാർ ഇപ്പൊ വന്നാൽ അല്ലാഹു ബർക്കത്താക്കട്ടെ. നിങ്ങൾ അഞ്ഞ എതിർ പറ സന്തോഷത്തിൽ തോന്നിട്ടുള്ള നബി തങ്ങളെ തിങ്കളായിരുന്നു നല്ല അല്ലാഹു തആല ബർക്കത്താക്കിട്ട് ഞങ്ങൾക്ക് വേഗ ഫസ്റ്റ് ലൈനിൽ സ്വർഗ്ഗത്തിൽ പോകാൻ അല്ലാഹു വിധി കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ ചൊന്നോട്ട് വന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കുള്ള ഇന്ന് കുറെ ആൾമാർക്ക് ഫാത്തിഹ സൂറത്ത് ചൊല്ലുമ്പോ മൂക്കുല് തണ്ണി ഇരിഞ്ഞിട്ടാവും, കണ്ണ് ചോപ്പായിട്ടാവും, അലർജി സീക്ക് പിടിച്ചിട്ടാവും. എന്താ കാരണം മർച്ചൗത്തുൽ ഫാത്തിഹ ഓതോ തീറ. ഒരു പാലക്കാര ഗൾഫിക്ക് പോകുമ്പോ ഫാത്തിഹ ഓതോ തീറ. ഒരു പുതിയ പെണ്ണ് ഔത്തുറ പുറത്തേക്ക് പോകുമ്പോ പുതിയ അപ്പനെ വീട്ടുകൂടുക പോകുമ്പോ ഫാത്തിഹ ഓതോ തീറ. ഇങ്ങനെ എന്തെല്ലാം തൊട്ടേക്ക് പിടിച്ചേക്ക് അൽ ഫാത്തിഹ അൽ ഫാത്തിഹ അൽ ഫാത്തിഹ. ഫാത്തിഹ ചൊല്ലിയെങ്കിൽ കേൾക്കാവാത്ത കുറെ ആൾമാരുള്ള. എന്റെ കാരണം അത് ഇബ്ലീസിന്റെ ബാക്കി. ഇബ്ലീസ് ഫാത്തിഹ സൂറത്തിന് അല്ലാഹു ഇലിപ്പാട്ടിയപ്പോ ഇബ്ലീസിന് ദുഃഖപ്പെട്ട, ഇബ്ലീസ് ഉൾപ്പെട്ട. 4ാമത്തെ ഒരു ടൈം ഇബ്ലീസ് ഉൾപ്പെട്ട ടൈം ഏത് കൊണ്ടുണ്ട? വഹീന ഉലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സർ കേക്കില്ലേ? ദൂരാകുമ്പോ കേക്കില്ലേ? വഹീന ഉലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറ്റ നാൾ 2 ആമിന ബീവി നബി തങ്ങളെ പെറ്റില്ലേ? റബീഉൽ അവ്വൽ 12 സുബൈന തെല്ലു മുന്നോളു ആ പെറ്റ ലിമൗലിദിഹി ഖദ്റൻ ഇബ്ലീസ് റന്നദൻ ഫസുഹഖൻ ലഹു വമാ യഫീദു റനീനാ. ഇമാം ഹൽബി റളിയല്ലാഹു അൻഹു സീറത്തുൽ അൽബിയ ചൊല്ല കിതാബിൽ ചൊന്നൊരു അണ്ട് പെത്തപ്പ ഇബ്ലീസ് ഉൾപ്പെട്ടു പോയ ഖദ്റൻ
റന്ന ചൊല്ലിങ്ങളുടെ അർത്ഥം അങ്ങനെ ഉസ്താദുമാർ വന്നിട്ടു ബുൽപ്പ് പക്കാനും ഇട്ട് ഒരാൾ മാറിയില്ലേ അണ്ട് ഇബ്ലീസ് ബുൽപ്പിട്ടിട്ട് പോയാ. അപ്പൊ നബി തങ്ങളെ പെറ്റ നാല് പറയുമ്പോ സന്തോഷമുള്ളത് ഈമാന്റെ ഭാഗ, ദുഃഖമുള്ളത് ഈമാനില്ലാത്ത ഭാഗ. അതേ ടൈമില് മുസ്ലിം പാലക്കാര നബി തങ്ങ ചൊന്ന ഓരോ വിഷയം നിങ്ങൾ നോക്കൊരു അർത്ഥമുള്ളതല്ലേ. ഇന്ന് ദുനിയാവില് ആര പേര് ചൊല്ലോ. നൗഫലിന്റെ പേര് കൊറിയ സ്റ്റേജിൽ കാണൂ, കൊറിയ നോട്ടീസിൽ കാണൂ, വാട്സപ്പിൽ കാണൂ, ഫേസ്ബുക്കിൽ കാണൂ. അതേ ടൈമില് നൗഫലിന്റെ പേരല്ല നിങ്ങളുടെ പേരല്ല. ഇന്ന് ദുനിയാവില് ആര പേര് ചൊല്ലാര പേരോ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഞ്ഞാണ്ടി പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്ന് ഇംഗ്ലണ്ട് ചൊല്ല ഒരു റായമുണ്ടല്ലേ. ആ ഇംഗ്ലണ്ടില് ഉമ്മമാര് മക്കൾക്ക് പേര് വയ്ക്കുമ്പോ യാറ മക്കളുള്ള പേരേത് ಗೊತ್ತುಂಟಾ? ഇംഗ്ലണ്ട് ഗവൺമെന്റ് ഒരു സർവേ ആക്കിയിട്ട് അപ്പൊ കിട്ടിയ റിപ്പോർട്ട് എന്തോ മുഹമ്മദ്. ഇംഗ്ലണ്ടിലുള്ള മക്കളെ പേരുടെ കൂട്ടത്തിൽ യാറ പേരേത് മുഹമ്മദ് ചൊല്ലുടെ പേരായിട്ടിക്കിട്. ഇതുപോലെ യാറ ചൊല്ലുടെ പേര് മുഹമ്മദ് ചൊല്ലുടെ പേര്. കാരണം എന്തോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയ ഓരോ വിഷയ ഇന്നത്തെ വിജ്ഞാന സയൻസ് അത് ഒത്തോട്ടുണ്ട്, എക്സെപ്റ്റ് ആക്കിയോട്ടുണ്ട്, റിജക്റ്റ് ആക്കിയോണ്ടില്ല. നബി തങ്ങ ശതമാനത്തെ മുന്നോല് ചൊന്ന വിഷയമുണ്ടല്ലേ, ഇന്റെ സയൻസ് ഒത്തോണ്ടുണ്ട്, സമ്മതിച്ചോണ്ടുണ്ട്. ചന്ന ഉദാഹരണം അതൊന്നും ഇപ്പൊ ചൊല്ലുന്ന നേരല്ലേ. ഒന്ന് ഫോർ എക്സാമ്പിൾ ഒന്ന് നോക്കും. നബി തങ്ങ പഠിപ്പാട്ടിയ ഒരു വിഷയമുണ്ട് മുസ്ലിമികളെ. തന്നി കുടിക്കുമ്പോ തന്നെയല്ല നിന്റെ ബയത്ത് മുഖാന്തര, നിന്റെ വായന മുഖാന്തര ബയത്ത് എന്തൊരു ബസ് ഇലിപ്പാട്ടുമ്പോ നീ നിന്നിട്ട് തിന്നത് തീറ, നിന്നിട്ട് കുടിക്കുന്നത് തീറ, തെറ്റിട്ട് തന്നി കുടിക്കണോ. കാല റസൂലുള്ളാഹി. അത് സംസം തന്നെയായിരുന്നു സഭ. ഈ കടേശ്വാല്യ ഭാഗത്തുള്ള ഉമ്മമാർ അങ്ങനത്തെ ഒരു സീക്കുണ്ടാക്കി വന്നില്ല. ഇന്നെല്ലാം ആവശ്യമാക്കി തരും. എന്തേ സംസം തന്നെയായെങ്കിൽ പിന്നെ ഉസ്താദെ വെച്ചിട്ട് കുടിക്കത്തില്ല, പിന്നെ നിന്നിട്ട് കുടിക്കും. രക്ഷയുടെ കയ്യിൽ സംസന്റെ തന്നി മുമ്പ് കൊടുത്തെങ്കിൽ അവിടെ നിന്നിട്ട് കുടിക്കണം. അതെന്താ നീ നിന്റെ കുടിച്ചോ? അത് സംസം തന്നെയല്ലേ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ബഹുമാനം കൊടുത്തിട്ട് ബഹുമാനം എടുക്കണം. അപ്പൊ നാ സംസംക്ക് തന്നിക്ക് ബഹുമാനം കൊടുത്തെങ്കിൽ സംസം തന്റെ ബഹുമാനിക്കല്. അതുകൊണ്ട് തെച്ചിട്ട് വേണ്ട, നിന്നിട്ട് തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു മസല ഇസ്ലാമിലില്ല. ഏത് ഉസ്താദ് ചൊല്ലുന്നെങ്കിലും സമ ഇറ്റ് ഈസ് റിജക്റ്റഡ്. അത് മത്സരിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംസം തന്നെ കുടിക്കുമ്പോൾ നിന്നിട്ട് കുടിച്ചിട്ടിക്കൂ. അതിനർത്ഥം നിന്നിട്ടേ കുടിക്കണമെന്നല്ല, പിന്നെ നിന്നിട്ട് കുടിച്ചെങ്കിൽ ഹറാം ഇല്ല എന്ന് മാത്രം. അതേ ടൈമുള്ളൂ തന്നി കുടിക്കുമ്പോ തിന്നുമ്പോ തെറ്റിട്ട് കുടിക്കണോ, തെറ്റിട്ട് തിന്നണോ. അത് നബി തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, നബി തന്നെ ചൊന്ന പൽക്ക മുഹമ്മദ് മുസ്തഫ. അത് സംസം തന്നെയല്ല, കടലുടെ തന്നെയല്ല, നബി തങ്ങളെ കൈയുടെ നടുവ് വന്ന തന്നെയായെങ്കിൽ സഭ ആ തന്നി തെച്ചിട്ട് കുടിക്കും. സംസംക്ക് വില കൊടുക്കണം. അങ്ങനെ തെച്ചിട്ട് കുടിക്കുമ്പോ കൊറിയ വില അങ്ങനെ. അപ്പ ഇന്റെ സയൻസ് ചൊന്തു ഒരേ 4 പേപ്പറിൽ വന്ന് നിങ്ങൾ ഓദിപ്പിക്കുക. സയൻസ് എന്താ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വിശ്വ ആരോഗ്യ സംഘടന ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. എന്തൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട? തന്നെ കുടിക്കുമ്പോ തെച്ചിട്ടേ കുടിക്കണോ, നിന്നിട്ട് കുടിക്കുമ്പോ തീറ. 2015 ഡിസംബർ ലാസ്റ്റ് സക്കറാത്ര ടൈമുള്ളൂ. ഡിസംബർ 2015 തീറ കഴിച്ച് ഇനി 2016 ജനുവരി 1 ടൈമോ. ഈ ഡിസംബർ 2015 സക്കറാത്ര ടൈമുള്ളൂ, അതിന് റൂഹ് പോണ്ട ടൈമുള്ളൂ. സയൻസ് ചെന്നോട്ടുണ്ട് തന്നി കുടിക്കുമ്പോ നിന്നിട്ട് കുടിക്കണോ, തീറ തെറ്റിട്ട് കുടിക്കണോ. നബിത്തങ്ങ ഇപ്പൊ ചൊന്നത് ഇല്ല. ശതമാനത്ത് മുന്നോട്ട് നബിത്തങ്ങളെ ഹയാത്ത് കാലത്തിൽ നബിത്തങ്ങ ഇത് ചൊന്നു. എന്തേ സയൻസിന്റെ അത് ചൊല്ലു? കാരണം സയൻസിലുള്ള കാരണം
ഒരുത്തൻ നിന്നിട്ട് തണ്ണി കുടിക്കണായെങ്കില് കൊലക്ക് കല്ലിട്ട പോലെ ഒരുത്തൻ നിന്നിട്ട് തണ്ണി കുടിക്കുമ്പോ കൊലക്ക് കല്ലിട്ട് കൊണ്ടൊരു സൗണ്ട് കേൾക്കില്ലേ? ഇതുപോലെ നിന്നിട്ടൊത്ത തണ്ണി കുടിച്ചാനായിട്ടായെങ്കിൽ കുടിക്കല് തണ്ണി ഫോഴ്സിൽ പോയിട്ട് ബാറ്റർ അടികത്ത് വെച്ചിട്ട് കുടിക്കുമ്പോൾ അങ്ങനല്ല, ഇങ്ങനെയുള്ള ചില ബില്ലിങ്ങനെ ചൊല്ലവേ വേണ്ട. അപ്പറേപ്പറല്ല ഐറ്റത്തിൽ സൈഡിലെല്ലാം പോയിട്ട് അഞ്ഞെല്ലാം പോയിട്ട് പിന്നെ ലാസ്റ്റ് അടിയിൽ വന്ന് നിൽക്കണേ. അപ്പൊ സമാധാനത്തില് എപ്പോഴും സമാധാനം വേണം. സുന്നത്ത് ജമാഅത്തായെങ്കിലും 110 സിഗരറ്റ് കൊത്തിറ 100 ആവറേജിൽ അപ്പുറം പോയെങ്കിൽ ബൾബ് വേഗം വർണ്ണമായി പോകും. അതുകൊണ്ട് ആലിമീങ്ങ എന്ത്ര ചൊല്ലാറ് പാലക്കാറ തങ്ങന്മാർ എന്ത്ര ചൊല്ലാറ് അതിര പിറവ് നിൽക്കും. അതിനപ്പുറത്തൊരു സ്പിരിറ്റ് നമുക്ക് തീരാം. ഞാൻ ചൊന്നോട്ട് വന്നോ, അത് ഏത് സ്പിരിറ്റിನಲ್ಲಿ ಯಾರಾയെങ്കിലും ബൾബ് വോൾട്ടേജിನಲ್ಲಿ ಯಾರಾയെങ്കിലും വർണ്ണമായി പോകും. ലിമിറ്റ് അത് ഇതൊക്കെ വേണം. അപ്പൊ ഈ തണ്ണി നിന്നിട്ട് കുടിക്കുമ്പോ ഫോഴ്സുല് ബാറ്റർ അടിക്ക് പോയി കൂടുറു തെച്ചിന് കുടിക്കുന്ന പോലല്ല. അങ്ങനെ ഫോഴ്സുല് ബാറ്റർ അടിക്ക് പോയി വെച്ചാൽ എന്താണ് നോക്കണ്ട, അത്തരത്തോല് ജീർണ ഇന്നവർക്ക് ജീർണ ശക്തി ഇല്ലാണ്ടാവും. വിശ്വാരോഗ്യ സംഘടന ചൂണ്ട ജീർണ ശക്തി ഇല്ലാണ്ടാവും. ഒന്നോ രണ്ടാമത്തത് മനുഷ്യന്റെ തടിയിലുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് കിഡ്നി, ആ കിഡ്നി ഫൈലൂറായി പോണ്ടോ. ഇത് 2000 പോണെങ്കില ലാസ്റ്റ് സയൻസ് വന്നോട്ടുണ്ടെങ്കിൽ ശതമാനത്തെ പോലും നബിതങ്ങളെ ഹയാത്ത് കാലത്തിലെ തങ്ങ പഠിപ്പാട്ടിരു മുസ്ലിമേ തണ്ണി കുടിക്കുമ്പോ നിന്നിട്ട് കുടിക്കുക തീറ വെച്ചിട്ട് കുടിക്കണോ. ഞാൻ സ്വന്തോട്ട് വന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടി ഏതെല്ലാം സന്ദേശമുണ്ടാ ആ എല്ലാ സന്ദേശത്തോ ആധുനിക വിജ്ഞാനിക സയൻസ് അംഗീകരിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ടല്ലേ ബാലക്കാറ നബി തങ്ങളുടെ സന്ദേശം കേട്ടിട്ട് ഇസ്ലാമിയുടെ മഹത്വം അർത്ഥമാക്കിയിട്ട് എത്രമാ ആൾമാര് ഇസ്ലാമൊക്കെ വന്നോണ്ടുള്ളാറ്. ഇസ്ലാമിയുടെ സന്ദേശം കണ്ടിട്ട് നബി തങ്ങളുടെ സന്ദേശം കേട്ടിട്ട് എത്രമാ ആൾമാര് ഇസ്ലാമൊക്കെ വന്നോണ്ടുള്ളാറ്. കൊറിയ തിങ്കൾ മുന്നോട്ട് നിങ്ങൾ പേപ്പർ ലോഡിട്ടിക്കുവാറ്. തമിഴ്നാട്ടിലുള്ള ഒരു ചലനചിത്രത്തെ ഹീറോയിൻ, തമിഴ്നാട് സിനിമത്തെ ഒരു ഹീറോയിൻ മിസ്സസ് മോണിക്ക. ആ മോണിക്ക ചൊല്ലൈമ മോണിക്ക ദാദാ ഇസ്ലാമൊക്കെ വന്നു. എന്തേ മോണിക്ക ഇസ്ലാമൊക്കെ പറഞ്ഞു? കാരണം മോണിക്ക ഇസ്ലാമൊക്കെ വന്നിട്ട് പേര് ചേഞ്ചാക്കി വെച്ചാല് ഇപ്പത്തെ മോണിക്കയുടെ പേര് മിസ്സസ് റാഹിമ. എന്തേ മോണിക്ക ഇസ്ലാമൊക്കെ പറഞ്ഞു? കാരണം ഇന്ത്യൻ എക്സ്പ്രസുകളുടെ ഒരു പേപ്പറുണ്ട്, ഇംഗ്ലീഷ് പേപ്പർ. ആ പേപ്പറിന്റെ റിപ്പോർട്ടർ മോണിക്കയുടെ മുട്ട പോയിട്ട് ഇന്റർവ്യൂ ആക്കിയ അല്ല മോണിക്ക, വൈ ഡിഡ് യു അക്സെപ്റ്റ് ഇസ്ലാം, വൈ ഡിഡ് യു കൺവേർട്ട് ടു ഇസ്ലാം, വേർ ഈസ് എ ലവ് ഓർ മണി. മോണിക്ക നീ എന്തിന് ഇസ്ലാമിക്ക് പോയോ? ഏതാ ഒരു മുസ്ലിം ബാലക്കാരുടെ മേലെ നിൽക്ക് ലവുണ്ടാ? ഏതാ ഒരു മുസ്ലിം ബാലക്കാരുടെ നിൽക്ക് പിറുസമുണ്ടാ? അതല്ല മുസ്ലിമുടെ ആസ്തി നോക്കിട്ട പൈസ നോക്കിട്ട. ആ ടൈമിൽ മോണിക്ക ചൊന്ന പൽക്ക ഇന്ത്യൻ എക്സ്പ്രസുകളുടെ ഇംഗ്ലീഷ് പേപ്പറിന്റെ റിപ്പോർട്ടാക്കി വെച്ചതിന് കൊണ്ടുണ്ട മോണിക്ക മിസ്സസ് റാഹിമ തമിഴ്നാടിലെ സിനിമത്തെ ചലനചിത്രത്തെ നടി. ആ നടി എന്തിനു ചൊന്നോ? ഇല്ല, I converted to Islam not for the purpose of love and money, but I studied the Islamic principles, I studied the Quranic principles, I studied the sayings of Prophet Muhammad, peace and blessings of Almighty Allah be upon him. So I converted to Islam. From hereafter I won't act in the film. മോണിക്ക പൽക്കന്തരം കൊണ്ടുണ്ടാ ನಾನು ഖുർആൻ നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ സന്ദേശം നോക്കിയ അത് നോക്കിയിട്ട് ഞാൻ ഇസ്ലാമൊക്കെ വന്ന്. അല്ലാത്ത ഒരു മുസ്ലിം ബാലക്കാരുടെ മേലെ ലൗവാക്കിട്ടല്ല, മുസ്ലിമുടെ കയ്യിലുള്ള പൈസ നോക്കിയിട്ടല്ല. ഇന്നത്തെ പിന്നെ മോണിക്ക ചൊല്ല എന്റെ പേരിന്റെ റാഹിമായിട്ട് ഞാൻ വെച്ച പിന്നെ ഇന്നത്തെ പിന്നെ ഞാൻ ഒരിക്കലും ഫിലിമില് ആക്ട് ആക്കില്ല. എന്തിനു ചൊന്ന റബിയുൽ അവൽ നിങ്ങൾ മോണിക്കണ മൗലൂദ് ഓതിയല്ല ബാലക്കാര. അങ്ങനെ നീ ചിന്തിച്ചെങ്കിൽ നിന്റെ മനസ്സിൽ അത് തപ്പ് വന്നു പോയിട്ട് ആ തപ്പ് നീ തിട്ടുപടിയാണ്. അതേ ടൈമിൽ ഈ കാരണം
ഇസ്ലാമിന്റെ പത്തുള്ള ആൾമാര് പാലക്കാട് ചങ്ങായിമാരെ ഇസ്ലാമിക്ക് വന്നോണ്ടുള്ളാറ് ഇസ്ലാം ചെന്ന എന്തേന്ന് പഠിച്ചിട്ട് നബിത്തന്നെ ചെന്ന പണിപ്പാട്ടി ആശയം നോക്കിയിട്ട് ഇസ്ലാമിക്ക് വന്നോണ്ടുള്ളാറ് ഇപ്പൊ 2 കാലം മുതലോ മലേഷ്യത്തിന് ഒരു ഫ്ലൈറ്റിന് ചാലന കൊടുത്താണ്. ആര് ചാലന കൊടുത്തോ? ഇന്ത്യത്തുള്ള റവിയുടെ പെണ്ണെ 2 മത്ത ഇങ്ങ ചണ്ടാറ് ഇന്ത്യത്താൽമാർ മലേഷ്യത്തിൽ ഫ്ലൈറ്റിന് ചാലന കൊടുത്താൽ എന്തേ ചാലന കൊടുത്ത കാരണം ഫ്ലൈറ്റ് എങ്ങനെ കൊടുത്തുണ്ട? ഇസ്ലാമുടെ ആശയത്തിന് ബദ്ധമായിട്ടുള്ള ഫ്ലൈറ്റ്. എന്തേ മലേഷ്യത്തില് ഇന്ത്യത്തെ 2 മത്തങ്ങ മലേഷ്യത്തിൽ പോയിട്ട് ഇസ്ലാമിക്ക് ബദ്ധമായിട്ടുള്ള ഫ്ലൈറ്റ് എടുത്തു? കാരണം മലേഷ്യത്തിൽ ഈ മുട്ടത്തിൽ ചങ്ങ ഫ്ലൈറ്റിന് ബ്ലാസ്റ്റ് ആയി പോയി. ഒരു ഫ്ലൈറ്റ് പാറിപ്പോയത് എവിടെ പോയിടേ ಗೊತ್ತಿಲ್ಲ. കൊറിയാന്മാർ കടലിന്റെ ഏതാവർ മൊത്തം പോയിട്ട് നോക്കുമ്പോൾ അത് അല്ലാണ്ട് ಗೊತ್ತಾಯ್ತು. ഇട്ട് തോന്നും എവിടെയാണ്ട് ಗೊತ್ತಿಲ್ಲ. ഉക്രൈൻ ഭാഗത്തില് പാറിപ്പോട് മലേഷ്യൻ എയർലൈൻസിലോ അവിടെ ഉള്ള പണ്ടക്കോറന്മാര് അതിനെ ബ്ലാസ്റ്റ് ആക്കിയിട്ട് നിലത്ത് കിളിപ്പാടി വിളിച്ചാൽ ഇങ്ങനെ മലേഷ്യത്തെ ഫ്ലൈറ്റുകളിലും തകരാറ് വന്നപ്പോ മലേഷ്യത്താൽമാര് சொன்னாரு ഇതിന്റെ കാരണം എന്തെങ്കിലും ഈ ഫ്ലൈറ്റിൽ ഇസ്ലാമിന്റെ നിയമം ഇല്ലാത്തത് കൊണ്ടിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമം പറപ്പാട്ടുള്ള ഫ്ലൈറ്റ് വരിക. അതെങ്ങനെ കള്ള് വിതരണാക്കിയിട്ടുള്ള ഫ്ലൈറ്റുള്ള അത് നിപ്പാട്ടണം. ഫ്ലൈറ്റിലെ ഒടുക്കത്തെ പൈലറ്റുമാരും സിಬ್ಬಂದಿമാരും ബുർക്ക ഇടാത്തങ്ങ ബുർക്ക ഇടണം. ഫ്ലൈറ്റിന് 13 നിസ്കരിക്കാത്ത കള്ളന്മാരുണ്ടാറ് നിസ്കരിച്ചേ കൺഫർം ആക്കിയിട്ട് എയർപോർട്ടിൽ നിസ്കരിപ്പാട്ടിട്ട് ഫ്ലൈറ്റിന് 10 മാറ്റണം. സോഷ്യൽ മീഡിയത്തിൽ വന്ന വിഷയം ഓൺലൈൻ പേപ്പറിൽ കണ്ട വിഷയം. അപ്പൊ നോക്കൂ, ജഗത്ത് ഫുള്ള് ഇസ്ലാം റിട്ടേൺ ആയി പോയോട്ടുണ്ട്. ഇസ്ലാം ആയെങ്കിൽ മുസ്ലിം ബാലക്കാര മുസ്ലിമോട്ട് ചെന്ന് നടന്നോട്ടില്ല. നിന്റെ അവസ്ഥ എന്തോ നെഞ്ഞുകൊണ്ട് കൈവച്ച് ചിന്തിക്കും. ഈ നെഞ്ഞിക്ക് കൈവെക്കണായ ചിന്തിക്കുമ്പോൾ നിസ്കരിക്കുമല്ല, നിസ്കരിക്കുമ്പോൾ നെഞ്ഞിക്ക് കൈവെക്കണായതല്ല, നെഞ്ഞിന് കീഴ് കൈവെക്കണായത് മുഹമ്മദ് മുസ്തഫ. മുസ്ലിം ബാലക്കാരോ, ഇസ്ലാമുടെ പുറത്തുള്ള ആൾമാര് ഇസ്ലാമൊക്കെ വന്നോണ്ടിരിക്കുമ്പോ മുസ്ലിമോട്ട് ചൊന്നു നടന്നോട്ടുള്ള നാണം മീനു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അനുയായിയിട്ട് ചൊന്നിട്ട് നടന്നോട്ടുള്ള നാണം മീനോ ഓരോ നാല് നോക്കുമ്പോ ഇസ്ലാമുടെ പിറവ് പോയോട്ടുള്ള സുബ്ഹാനല്ലാഹ്. ഇത് റബീഉൽ അവ്വൽ തിങ്കളല്ലേ? നബി തങ്ങളൊട്ടുള്ള പിർസാദുണ്ടെങ്കിൽ എന്തോ ബാലക്കാറാ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. നിങ്ങൾ അതരൊട്ട് യോജിക്കണാ ഇല്ലേ നക്ക് ಗೊತ್ತಿಲ್ಲ. പരസ്പരം ಗೊತ್ತು. സുബ്ഹാന ജല്ല ജലാലുഹു. ഇന്ന് ഞങ്ങൾ ബാലക്കാരങ്ങളെ നോക്കുമ്പോ നബിറൊട്ടുള്ള അങ്ങനെ പിർസ കാലി പച്ച കളറ് സീമിതായോട്ടുണ്ടോ ഒരു സംശയമുണ്ടോ? ഇതേ റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുന്നോലും നല്ല ദർസിൽ ഒരു മൗലൂദ് ഓതിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നാഷ്ടാക്കിട്ട് ഒലിപ്പറങ്ങട്ടേക്ക് 10:30 ഗಂಟೆಗೆ സൂറത്തിന്റെ മുക്കാലുള്ള പ്രസംഗയത്ത് ആ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പോയ മടിക്കേരിലുള്ള നാപ്പോക്കള് എമ്മമാരുടെ വിട്ട് നാപ്പോക്കളുടെ ജാഗത്തിൽ വളർന്നിട്ട് അങ്ങനെ പോയോട്ടിക്കുമ്പോ ഞാൻ എന്നെ കണ്ടുകൊണ്ട് നോക്കിയ സുബ്ഹാനല്ലാഹ് നബി തങ്ങളെ പെറ്റനാല് ആചരണാക്കിയോട്ടുള്ളൂ. തങ്ങളെ തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള മുസ്ലിം ബാലക്കാരല്ല ബാൻഡാട്ടല്ലതാ ചൊന്നോട്ടുള്ളൂ. അത് നോക്കുമ്പോ എന്റെ മനസ്സിലൊരു ബേജാറ് വന്നു പോയിട്ട് യാ അല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവേ നിന്റെ മുസ്ലിമീങ്ങളായ ബാലക്കാരനും നബി തങ്ങളൊട്ടുള്ള പിർസാണ്ട് ചൊന്നെങ്കിൽ അത് കാലി പച്ച കളറുക സീമിതായി പോയിട്ടാ. തൊപ്പിട്ടത് പച്ച എന്റെ സദസ്സിന് തലക്ക് തൊപ്പി പച്ചിട്ടൊന്നും നിങ്ങൾക്ക് ചൊന്നുണ്ടല്ലോ. അതല്ല ഞാൻ ചൊന്നുണ്ടല്ലോ. ഞാൻ ബാക്കി വിഷയം കൂടി കേട്ടെങ്കിൽ നിങ്ങൾക്ക് അർത്ഥാവിടും. അല്ലാണ്ട് ബാക്കിൽ പള്ളിയുടെ തൊപ്പി എടുത്തിട്ട് ഞങ്ങൾ ബാക്കിൽ വെച്ചതാണ് തലക്ക്. അള്ളാഹു ബറക്കത്താകട്ടെ. അത് നല്ല നിയ്യത്ത്. കാരണം തൊപ്പി മറന്നിട്ട് പോകാനെങ്കിലും പള്ളിയുള്ളത് കൊണ്ട് തൊപ്പി തലക്ക്
വെച്ചാൽ അത് ഈമാന്റെ ഭാഗം. അള്ളാഹു ഈമാൻ നമുക്ക് യാറാക്കി തരട്ടെ. ഇനിയിപ്പോ പച്ചാത്തൊന്ന് സ്വന്തം സാധനത്തിൽ തൊപ്പി പച്ച തൊപ്പി എടുത്ത് വലിച്ചേരല്ല. അതേ ടൈമിൽ ഞാൻ അത് സ്വന്തോട്ടുള്ള ഞങ്ങളെ പേഴ്സക്ക് കാലി പച്ചക്ക് സീമിതായോണ്ടാണ് ഒരു ചെറിയ ഡൗട്ട്. നിങ്ങൾ ഉണ്ടായില്ല നക്കുണ്ടോ എന്റെ കാരണം റബിയുള്ള ഒരു 12 ബന്ധുണ്ടായെങ്കിൽ ഈ പാലക്കാരെ പോന്റെ ബൈക്കിന്റെ കളർ പച്ച. അത് യമഹ ആവട്ടെ, പൾസർ ആവട്ടെ, ബുള്ളറ്റ് ആവട്ടെ, എന്താവട്ടെ പോന്റെ ബൈക്കിന്റെ കളർ പച്ച. ഫുള്ള് പച്ച കളറാക്കി വെച്ചിട. തലയിൽ പച്ച തൊപ്പി, പാന്റ് പച്ച കളർ, ടീഷർട്ട് പച്ച, എല്ലാം ആയിട്ട് മൂത്തില് പേർക്കിഞ്ഞോട്ട് പോകുമ്പോ ഈ പേർക്കൊന്ന് റിമൂവ് ആക്കും, റിലീഫ് ആക്കും, കയ്യിൽ പിടിച്ചിട്ട് ഹാൻഡ് കട്ടി കവൽ അത് പച്ച. ഉൾകത്തതും പച്ചയുടെ പഠിച്ചത് ഞാൻ എന്തിനു ചൊന്നോണ്ടുള്ളോ കേട്ടെങ്കില് നാല് കേക്കട്ടാണെന്റെ പിറസത്തെ പാലക്കാട് ചങ്ങായിമാര് ഇത് പച്ച ആക്കിയിട്ട് മുദ്രാവാക്യം ഇല്ലല്ലോ, മുദ്രാവാക്യം ഇല്ലല്ലോ, കണ്ടുകെട്ടിയുടെ കണ്ടാൽ ഇതാണ് അല്ല. ഇതിന് മാത്രമാണ് കേക്കട്ടാ നിബിത്തങ്ങളൊട്ട പിറസനച്ചിട്ട് ബൈക്ക് പച്ച കളറാക്കിയ പാലക്കാറോ, തലയുടെ തൊപ്പി പച്ച കളറാക്കിയ പാലക്കാറോ, ടീഷർട്ട് പച്ച കളറാക്കിയ പാലക്കാറോ, പാന്റിക്ക് പച്ച കളർ കൊടുത്ത പാലക്കാറോ, കയ്യിലും മോത്തിലും എന്റെ പേര് പോറിച്ചെടുത്ത് വിജയിച്ചാക്കിടോ, ചപ്പല് ഗ്രീൻ കളറാക്കിയ പാലക്കാറോ, റബീഉൽ അവ്വൽ 12 സുബ്ഹി നിസ്കാരത്തിലൊരു പള്ളിക്ക് വന്നിട്ട് നിസ്കരിച്ച പോലെ അവിടല്ലേ പാലക്കാര നക്കും നിക്കും തങ്ങളുടെ പിർസ കാണാനായത്. നബിത്തങ്ങളോട്ടുള്ള പിർസ നമ്മുടെ തലയിൽ കാണണോ, നബിത്തങ്ങളോട്ടുള്ള പിർസ നമ്മുടെ മോത്തിൽ കാണണോ, നബിത്തങ്ങളോട്ട പിർസ നമ്മുടെ കൈയുടെ ബെരലിൽ കാണണോ, നബിത്തങ്ങളോട്ടുള്ള പിർസ കൈയുടെ ബെരലിലുള്ള ഉഗൂറിൽ കാണണോ, നബിത്തങ്ങളോട്ടുള്ള പിർസ കാലുകെട്ട ചെരുപ്പിൽ കാണണോ, നബിത്തങ്ങളോട്ടുള്ള പിർസ മോത്തിൽ കാണണോ, നബിത്തങ്ങളോട്ടുള്ള പിർസ നീണ്ട ചട്ടല് കാണണോ, പാൻറ്റിൽ കാണണോ, കാലി പച്ചല് കാണണമല്ല നബിത്തങ്ങളുടെ പിർസ. അങ്ങനെ നോക്കുമ്പോ എത്ര നബിത്തങ്ങളോട്ട പിർസ ഉണ്ട്. നല്ല സദസ്സുള്ള എല്ലാ ആൾമാർക്കും പിർസ ഉണ്ട്, സംശയമില്ല. കാരണം എല്ലാവർക്കും പോവാ, അള്ളാഹു കാക്കട്ടെ. എല്ലാവർക്കും പിർസ ഉണ്ട്, അള്ളാഹു ബർക്കത്താക്കട്ടെ. പിർസ ആരാക്കി തന്നെ ഒരു മുസ്ലിം പാലക്കാരുടെ അവസ്ഥയെന്ന് നിങ്ങൾ കറക്റ്റ് നോക്കും. ഏതൊരു വിഷയം മാതരയാക്കുന്നത് നമുക്ക് നിബിത്തങ്ങയില്ലേ. നിബിത്തങ്ങ ഇരിക്കുമ്പോ നീ എന്തെങ്കിലും ദർശന്റെ മാതരയാക്കണോ, നീ എന്തെങ്കിലും അജയ് ദേവ്ഗന്റെ മാതരയാക്കണോ, നീ എന്തെങ്കിലും കൊണ്ടടക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കറുടെ മാതരയാക്കണേ, അഗത്യല്ലല്ലേ. കാരണം മാതരയോഗ്യമായ നേതാവുണ്ടോ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ മുസ്ലിം പാലക്കാട് ചങ്ങായിമാരെ തങ്ങളുടെ മുടി കൊണ്ട് നോക്കൂ. ഈ മുടി നോക്കുമ്പോ നിബിത്തങ്ങൾ അങ്ങോട്ട് കാട്ടുമാറ്റിയത് എങ്ങനെ, ഈ മുടി എല്ലാം ഒരേപോലെ ഒരു മൊത്തത്തില് യാര പിന്നൊരു മൊത്തത്തില് കൊറടി ചെറുവിടെ വന്നിട്ട് കട്ടിട്ട് മുടി പോയ പോലെ. അങ്ങനല്ല, എല്ലാ മുഖത്തും ഒരേപോലെ. അതല്ലേ നിബിത്തങ്ങൾ കാട്ടിയ മുടി സ്റ്റൈൽ അതല്ലേ. അതേ ടൈമിൽ നാണിക്കാൻ കേട്ടാ ഇന്ത്യ കൊടിയ മുസ്ലിം പാലക്കാട് ഈ സദസ്സിന് അൽഹംദുലില്ലാ നല്ല ഇത് നല്ല പല ഉൾഗത്ത റായായതുകൊണ്ടും പല സിസ്റ്റം ഉള്ള റായായതുകൊണ്ടും പാലക്കാരൻ എല്ലാവരും പുതിയ പാലക്കാരനായെങ്കിൽ പല സ്റ്റൈൽ അങ്ങനെയുണ്ട്. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഞങ്ങൾ എപ്പോഴും പല സ്റ്റൈൽ വേണം. ഇപ്പൊ സ്റ്റൈലെല്ലാം പലയതിയെ പോയോണ്ടുണ്ട്. പക്ഷെ എവിടെ കാണാൻ അതാണ് നിബിത്തങ്ങൾ തോന്നില്ലേ. ഖിയാമത്ത് ലക്ഷണ അന്റെ സ്റ്റൈലെല്ലാം പലയതിയെ പോയോണ്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഇല്ലേ. സ്റ്റൈലെല്ലാം പലയതിയെ പോയോണ്ടുണ്ട് ഇപ്പൊ. എന്താ കാരണം മൂത്തുള്ള താടി വന്നിട്ടുണ്ടോ. ഒരേ ടൈമിൽ മൂത്തുള്ള താടി ഇല്ലാണ്ട് ക്ലീൻ ഷേവ് ആക്കുന്നത് സ്റ്റൈല്, ഇപ്പൊ മൂത്തുള്ള താടി വീക്കുന്നത് സ്റ്റൈല്. അപ്പൊ മുസ്ലിം പാലക്കാരുടെ മൂത്തുള്ള താടി വന്നു പോയിട്ട് പണ്ട് തുടങ്ങിയവിടെ റിട്ടേൺ കൊണ്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. നീ എന്തിനപ്പ തലയുടെ മുടി അങ്ങനെ ആക്കിയോ, അത് അവന്റെ സ്റ്റൈൽ, അത് ദിൽവാലെ സ്റ്റൈല്, കഹോണ പ്യാർ ഹേ സ്റ്റൈല്, ഓരോ സിനിമത്തെ പേര് ചെന്നിട്ട് ആ സ്റ്റൈല്. ഞാൻ ചൊല്ലട്ടാ, നീ ദിൽവാലയുടെ പേര് പോവണായോണല്ലേ, നീ കഹോന പ്യാർ ഹേയുടെ പേര് പോവണായോണല്ലേ, നീ സ്റ്റാർ ഹൈറാമത്ത് സിനിമയുടെ പേര് പോവണായോണല്ലേ. ഇതാ നിക്കും നക്കും മാതിരി ആക്കമായ ഒരു ഹീറോ ഉണ്ട്. ആ ഹീറോ ഷാറൂഖ് ഖാനല്ല, അമീർ ഖാനല്ല, അത്
അഭിഷേക ഭക്തനല്ല, അജയ് ദേവഗണല്ല. ആ ഹീറോ ആറ് കൊണ്ടിട്ട നാളെ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോ ഞങ്ങളെ കൈപിടിച്ചിട്ട് കുട്ടിയോട്ട് പോണായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പ ഇന്ന് ഞങ്ങൾ അത് പോയി കൊറിയ പാലക്കാരങ്ങനെ ആഫീസില്ല. അല്ല ഇന്നിപ്പ എന്റെ ഒരു അഭിപ്രായം അല്ലട്ട, താടി ബൈക്കിട പാലക്കാരനും താടി ബൈക്കാത്ത പാലക്കാരനും നോക്കിയെങ്കിൽ താടി ബൈക്കിടങ്ങനെ ചമ്പ. ഇപ്പൊ ഈ സദസ് നോക്കുള്ള എല്ലാവർക്കും താടി ഉണ്ട്. ഇപ്പൊ താടി വരാത്ത ചെറിയ ചോട്ടാ ബച്ച സമർക്കാനോ അങ്ങനെ അകത്തിപ്പോ താടി വറകായിട്ടില്ല. ഇപ്പൊ താടി വറകായിട്ട് ഇങ്ങനെ പേരിങ്ങനെ ഗീസ അകറ്റോ ഇല്ല. പണ്ടത്തെ താടി വറകായിട്ട് കുട്ടികൾക്ക് നേർച്ചയാക്കോ അങ്ങനത്തെ അകറ്റില്ല. അതേ ടൈമിൽ പണ്ട ടൈമിൽ അത് കറക്റ്റ് അങ്ങ് വെച്ചിങ്ങനെ അതേ ടൈമിൽ ഉണ്ട്. ഇന്നിപ്പോ താടി വയ്ക്കുന്നതയാണ്, പക്ഷെ എന്തിന് താടി വെച്ചോണ്ടുള്ളൂ അവിടെ ഉള്ള പ്രോബ്ലം. ഒരു മുസ്ലിം പാലക്കാരുടെ മൂത്തിന് താടി കണ്ടെങ്കിൽ അവിടെ വെച്ച് കേൾക്കുമ്പോൾ എന്തെങ്കിലും മൂത്തിന് എന്ത് കറുത്ത മസികളെ കണ്ടല്ല താടി എന്താണ് അത്. പണ്ടത്തെ സിനിമത്തിന് ഷാരൂഖ് ഖാന്റെ മൂത്തിന് താടി ഇന്നിട്ടില്ല. ഇപ്പത്തെ ദിനവാനാണ് ഷാരൂഖ് ഖാന്റെ മൂത്തിന് താടി. അപ്പൊ പണ്ട് ആ താടി പഠിച്ചുകൊണ്ടിരുന്ന ഷാരൂഖ് ഖാന്റെ വേനായിട്ട് ഇപ്പൊ താടി വെച്ചോണ്ടുള്ള ഷാരൂഖ് ഖാന്റെ വേനായിട്ട് നിതിത്തന്റെ വേനായിട്ടല്ല. അങ്ങനല്ല, മൂത്തൊരു താടി പറഞ്ഞ എന്തിಗೆ നല്ല നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്തൊരു താടിയുണ്ട്. തങ്ങളുടെ മൂത്തൊരു താടി ബൈക്കൊടുത്തു. അതുകൊണ്ട് നാം വെച്ചോണ്ടില്ല. നാളെ നാളെ ഖബറിൽ കിടക്കുമ്പോ മുങ്കരനെ കീഴിലുകൊണ്ട് മനക്കിന് വന്നിട്ട് ക്വസ്റ്റ്യൻ കേട്ടിട്ട് പേര് മാറ്റുമ്പോ നന്റെ മൂത്തൊരു താടി കണ്ടിട്ടെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യന്റെ സ്ട്രോങ് മറുപടി ആവണം. ആ നെയ്യത്തൊരു മൂത്തൊരു താടി വെക്കും. ഇതിപ്പോ ആർത്ത മുങ്കരനൊക്കെയുള്ള വിഷയം ഒരാളെ ഉസ്താദെ തങ്ങൾ പ്രായത്തിൽ എപ്പ നോക്കിയപ്പോ കുടിച്ചോണ്ടുള്ള ഒരാളുണ്ട്. അപ്പൊ ആ നോക്കിയവര് കുടിച്ചോണ്ടുള്ള അങ്ങനെ അയാളുടെ ചങ്ങാന്മാർ വന്നിട്ട് ഉറുതി ചെന്നാല് നിങ്ങൾ കുടിക്കുന്നു ചെയ്ത ആചാരം. കാരണം കബറിൽ മുങ്കരനൊക്കെ മലക്ക് വന്നിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അപ്പൊ ഇയാൾ അതിപ്പോ മുങ്കരനക്കിയത് കേൾക്കുമ്പോൾ അവസരം കൊടുത്തെങ്കല്ലേ. അതെങ്ങനെ മുങ്കരനക്കീർ ക്വസ്റ്റ്യൻ കേൾക്കണം മുന്നോലെ പറമ്പമേ സബ്ബളും ഇരുമ്പും കൊട്ടും പിക്കാസും എല്ലാം കൊമ്പണ്ട മുന്നോലെ നാ ചൊല്ലെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ നന്ദിയിൽ കേൾക്കണ്ട, നന്ദിയിൽ എന്ത് ഉത്തരം കിട്ടാന. ഇതിപ്പോ ഏതെങ്കിലും നല്ല നരകത്തിൽ വെച്ചിട്ട ഉദ്ദേശം അപ്പൊ ഇയാൾ വെച്ചിട്ട് നരകാറ്റുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റ് ബാംഗ്ലൂരിലുള്ള പോലീസ് സ്റ്റേഷനല്ലേ. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ എല്ലാ സൗകര്യവും പിന്നെ കള്ളന്മാർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം കൊടുക്കുന്ന ജാഗ ചെയ്തുകൊണ്ട് കെട്ടിക്കല് അത് പള്ളാരി ചെയ്തു നമ്പർ 1 തല. കാരണം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ എല്ലാ നമുക്ക് റാഗി മുട്ട കിട്ടും, ബിരിയാണി കിട്ടും, ചപ്പാത്തി കിട്ടും, രാജ ദോശ കിട്ടും, എല്ലാം കിട്ടും പോലീസ് സ്റ്റേഷൻ. ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ അല്ല നരകത്തെ ചെറിയ ശിക്ഷ ചെയ്തുകൊണ്ടുള്ള പാലക്കാരോ നരകത്തെ വലിയ ശിക്ഷക്ക് നീ ഇപ്പൊ പോകണ്ട. അത് നമുക്ക് ഊഹിക്കുന്ന പോലെ നരകത്തെ ചെറിയ ശിക്ഷ ചെയ്തു നബി തന്നെ തൊട്ടു. നരകത്തിൽ ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് ആര് കൊണ്ടുണ്ട? അബൂ ത്വാലിബ്. അബൂ ത്വാലിബായിട്ട് നരകത്തിൽ ചെറിയ ശിക്ഷ ഉള്ളൂ. സ്വഹാബിനെ കേട്ടാൽ എന്തിനാ നബി ആ ചെറിയ ശിക്ഷ? നരകത്തിലൊന്നും ഇട്ട് വയ്ക്കണമാണെന്ന നബി തന്നെ ചൊല്ലു. അബൂ ത്വാലിബിന്റെ കാലുകൾ തീയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട 2 ചെരുപ്പ് ധരിക്കുക കൊടുക്കൂ. ഞങ്ങളെ കാലിലുള്ള ചെരുപ്പു ലെതറിന്റെ ചെരുപ്പു, ഹവായി ബൈക്ക് ഓഫ് ലെതറിന്റെ ചെരുപ്പു, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പു, അങ്ങനെ ഫൈബറിന്റെ ചെരുപ്പു. അതേ ടൈമിൽ നരകത്തിൽ അബൂ ത്വാലിബ് ചെറിയ ശിക്ഷ അനുഭവിക്കണോ? ആ അബൂ ത്വാലിബിന്റെ ചെറിയ ശിക്ഷ എത്ര കൊണ്ടുണ്ട? അബൂ ത്വാലിബിന്റെ കാലുകൾ 2 തീര ചെരുപ്പ് കൊടുക്കണോ? 2 തീര ചെരുപ്പ് കാലിലിട്ടപ്പോ കാലിന്റെ അടിയിൽ തീ മേലുക പണ്ട് കാല് പേച്ച് പൊക്കള വന്നിട്ട് കാലിന്റെ അടിയിലൂടെ തീ മേല് വന്നിട്ട് അടിയില് ഫുള്ള് തീ വന്നിട്ട് മുഖത്തൊരു തീ വന്നിട്ട് ബെന്റ് പോയിട്ട് ലാസ്റ്റ് തലയുടെ മേല് തീ വന്നിട്ട് തലയുടെ മേലുള്ള തലച്ചോറില് അതിന് പരത്തുക വലിച്ചെറിയിട്ട് കാല റസൂലുള്ളാഹ്
നബി തങ്ങളെ ചരിയ പിടിക്കറൂന്നെങ്കില് നബി തങ്ങളെ സുന്നത്ത് നങ്ങളെ മോത്തുല് കാണണു, നബി തങ്ങളെ പിറുസ നങ്ങളെ തടില് കാണണു, കയ്യില് മോന്ത്ര ഇടുന്നതില് നബി തങ്ങളെ പിറുസ കാണണു. അതേ ടൈമിൽ ഒരു 150 പെണ്ണിന്റെ മോന്തറാക്കിയിട്ട് ഈ ബൽത്ത കൈയുടെ ലാസ്റ്റ് ഈ ചിന്ന വിരൽ ചോട്ട വിരൽ പെണ്ണിന്റെ മോന്തരയിടത് നല്ലതിന്റെ ഓണാവില്ലേ എന്റെ അല്ല അതിനിപ്പോ എന്തൊരു കിട്ടുന്നുണ്ട് ഉസ്താദേ, കിട്ടുന്നുണ്ട് സുന്നത്ത്. നിന്റെ കൈയുടെ ബൽത്ത കൈയുടെ ലാസ്റ്റ് വിരലില് അല്ലെങ്കിൽ ഇടത്ത കൈയുടെ ലാസ്റ്റ് വിരലില് അത് നിങ്ങൾ മുട്ടത് നല്ലത് ബൽത്ത കൈ. കാരണം ഇടത്ത കൈ അപ്പൊ അത് ചെന്നിട്ട് പറഞ്ഞോ, ഈ വലത്തെ കൈയുടെ ലാസ്റ്റ് മോന്തറ നീങ്ങിട്ട് നിന്റെ കയ്യിൽ മോന്തറ ഉണ്ട കാലത്തോളം നിരിക്കാണ്ട് നല്ല നിയത്തുണ്ടായെങ്കിൽ കൂലി കിട്ടുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. സദസ്സിൽ ഓരോരുത്തർ ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ നോക്കി നടക്കുന്നുണ്ടാവും, അവർക്ക് പോയി നോക്കി ആരെ കയ്യിലുള്ള മോന്തറ ഉണ്ടും ഇല്ല. അപ്പൊ ഞങ്ങളെ ലഭിത്തങ്ങോട്ടുള്ള തിരിച്ച കയ്യിൽ കാണണോ വേണ്ട, കൈയുടെ ബെർലുള്ളോ ഉഗുറിൽ കാണണോ, ഉഗുറില് നബി തങ്ങളെ പിറസ കാണണോ. അതേ ഉസ്താദേ, ഉഗുറിൽ നബി തങ്ങളെ പിറസ കണ്ടേ, ആ പിറസ കാണണമെങ്കിൽ ഉഗുറ് കടിക്കുക തീരാ. കൊറിയാന്മാരെ എപ്പ നോക്കിയെങ്കിലും വലിയായി പെൺമക്കളുള്ള മുന്നിലായിട്ട് മാപ്പിട ഒത്തിരിക്കുന്നു കൈ അതെന്തേ കാരണം ഒത്തുണ്ടമ്മമാരെ, ഈ നിന്റെ മോള് കോമളിയുടെ കിടാവായിക്കുന്ന ടൈമിൽ എപ്പ നോക്കിയെങ്കിലും അവളുടെ കൈയുടെ തെരല് വായുടെ ഉൾകഴിട്ട് അപ്പ നീ അവളുടെ കൈകൾ തൊട്ട് കൊടുത്തിട്ടില്ല, അണ്ട് തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിപ്പാട്ടാത്താല് അത് നിപ്പാട്ടാത്തത് കൊണ്ട് ഇപ്പൊ മാപ്പിട അവർക്ക് പോയിട്ട് 2 മക്കായിട്ട് പുള്ളിമാരായിട്ട് ഇപ്പൊ എഫക്ട് വിരൽ എപ്പോഴും ശീലല്ല വായില്. എന്റെ കാരണം അത് തീരാ, നഖം കടിക്കരുത്, മുഖം കടിക്കരുത്. നബിതങ്ങ വഴിപാടില്ലേ, നഖം കടിക്കരുത്, മുഖം കടിക്കരുത്. നഖ കടിക്കുക തീരാ, ബെരലുള്ള ഉഗുറ് കടിക്കുക തീരാ, മോത്ത് കടിക്കുക തീരാ. ഇത് 2 പ്രധാനപ്പെട്ട വിഷയം ഞാൻ പതിവ് കൊണ്ടില്ല. ആ ചൊന്നോട്ട് വന്ന നബിതങ്ങോട്ടുള്ള പിർസ ഉഗുറില് കാണണോ. ഒരാൾമാരെ കണ്ടില്ലേ ഉഗുരിങ്ങനെ ഉത്തമയിക്കുന്നാര് അവിടെ കേൾക്കുമ്പോ ഉഗുരിപ്പെത്തിരുന്നാട്ടിൽ കഴിവട്ടെ. കാരണം ഉഗുര് എത്രമാ ലോങ് ഭർലോങ് ഉദ്ദുണ്ട് എന്തെങ്കിലും ഉഗുർ അത്ര ഉദ്ദവിച്ചോ അപ്പ ചൊല്ലുകൊണ്ടു അത് മിസ്റ്റർ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റൈല്. കാരണം മഹേന്ദ്ര സിംഗ് ധോണിയുടെ നാട്ടിൽ നോക്കിയത് ഉഗുർ ഉദ്ദുണ്ട്. ധോണിയാനിക്ക് വേണായത് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ആ ചെന്ന ബാലക്കാര കാലി ബൈക്ക് മച്ചാക്കിട്ട് ലഭിതങ്ങോട്ടുള്ള ദിവസമാവില്ല. മധുരയിൽ കേട്ടൊരു മുദ്രാവാക്യം എന്തൊരു ബിർസ, അതുകൊണ്ട് മാത്രം ബിർസാവല്ലേ. ബിർസ ഞങ്ങളെ തടിന് കാണണോ, ഞങ്ങളെ കൈയുടെ ഉഗുറില് കാണണോ, ഒരാ ഞങ്ങളെ ഡ്രസ്സില് കാണണോ. ഞങ്ങളെ ഡ്രസ്സില് നബിതങ്ങളെ ബിർസ കാണണോ. അത് എന്താക്കണോ, പോലെ ഉസ്താദ്മാരെ പോലെ ഞങ്ങോ അപ്പെങ്ക് മുണ്ടാസും അതുപോലെ ചട്ടവും അതുപോലെ പൈജാമും കന്നൂറും കുർത്തോ അതുപോലെ മുണ്ടിടണുണ്ടാവും. ശാരീരിക കൊണ്ടുള്ളോ 2016 ന്യൂ ജനറേഷന്റെ ന്യൂ പാലക്കാരങ്ങള് ഞങ്ങൾ നിങ്ങളെ പോലെ മുണ്ടും അതുപോലെ നിങ്ങൾ ചട്ട ഇട്ടോണ്ട് ജുപ്പ ഇട്ടോണ്ട് 2 മോത്തലും ഇങ്ങനെ കീറിയ ഉസ്താദ്മാർ കീറിയ ഡ്രസ്സ് 2 മോത്തല് കീറി അങ്ങനെ തന്നെ ഇടണം ഉസ്താദേ. അല്ലാ അങ്ങനെ ഇടണോണ്ട് നാ ചൊന്നോട്ടില്ല. അങ്ങനെ ഇടവും തീരാ. ഒരു പടുചായിൽ വന്നിട്ട് മുണ്ടാസ് കേട്ടിട്ട് വലിയ താടി വെച്ച് നോക്കുമ്പോ അലിക്കുഞ്ഞ് ഉസ്താദ് നമ്മളെ കണ്ടെങ്കിൽ ഏതൊരാൾ പോയിട്ട് വേദിക്കില്ലേ, അത് തീരാ. അതുകൊണ്ട് പാലക്കാരനെ ലൈഫ് താടി വെക്കണം. നിങ്ങൾ സംശയം ഈ ഉസ്താദിനെ പോലെ എ പി ഉസ്താദിനെ പോലെ ഉള്ളാദെന്ന പോലെ അലിക്കുഞ്ഞ് ഉസ്താദിനെ പോലെ വലിയ താടി വെച്ചെങ്കിൽ കണ്ട കാരണം നിന്റെ മുട്ടൊക്കെ പിന്നെ 4 നാളൊക്കെ മനസ്സ് കൊടുക്കുക അതൊന്നും വേണ്ട. അതേ ടൈപ്പിൽ ഒത്തത്തെ റൗണ്ടവന്റെ തടികളുടെ കപ്പാസിറ്റി ഒത്തിട്ടു തലമറക്കണു, മുഖത്തിൽ താടി വേണം. അപ്പൊ സാമാന്യ ആൾക്കാർ
പേരുമായ കൊണ്ട താടി കാരണം എന്തുകൊണ്ടാ ഈ താടി കൊണ്ടിട്ട് ഒരാൾ നല്ലത് എത്തുകൊണ്ട് ബെടക്കത് എത്തുകൊണ്ടു ഇത് ചൊന്നത് നാനല്ല നബിയുള്ളാഹി സുലൈമാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു പക്കിയിട്ട് ഒരു പക്കിയല്ല കല്ല പക്കിയിട്ട് ഒരു പക്കിയുടെ ചരിത്രം ചെന്നിട്ടുള്ളൂ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു പക്കിയിട്ട് ആ പക്കിയുടെ താഴായപ്പോ പക്കി തന്നെ കുടിക്കുന്നു പോയിട്ട് ഒരു കൊലട മുട്ട തന്നെ കുടിക്കുന്നു പോപ്പോ ഇരിയങ്ങളെ ഇത് പണ്ടത്തെ ചരിത്രം നിങ്ങൾക്ക് പേരുമായ ചരിത്രം പണ്ടത്തെ കാരണം ഇരിയങ്ങുള്ള ഈ പാലക്കാടിന്റെ വിഷയം ചൊല്ലുമ്പോ ഇരിയങ്ങു എന്തിനാ അങ്ങ് പണ്ടത്തെ വിഷയം ഇനിയിപ്പോ ഇപ്പത്തെ വിഷയം ചെന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇരിയങ്ങു പിന്നെ നടത്തുന്നുണ്ടില്ല നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു പക്കിക്ക് താകായിട്ട് മുട്ടത്തൊരു കൊല കൊണ്ടു കൊലക്ക് പോയിട്ട് തണ്ണി കുടിക്കൊണ്ടുകൊണ്ട് വിചാരിക്കുമ്പോ ചമ്മ ആൽമാര് കൊലണ മുട്ട തണ്ണി കുടിച്ചോണ്ടുള്ളാറ് അപ്പൊ ഈ പക്കി കായത്ത് ഞാനിപ്പോ പോയെങ്കിൽ തണ്ണി കുടിക്കൊഴിക്കാനാ സകരാത്ര തണ്ണി കുടിക്കണാവൂ കാരണം ഈ മനുഷ്യന്മാരെല്ലാവരും കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ കല്ല് വെച്ചെറിഞ്ഞെങ്കിൽ തന്നെ എല്ലാം പോയി പോകും അതുകൊണ്ട് ഇപ്പൊ വേണ്ട ഇങ്ങെല്ലാരും തണ്ണി കുടിച്ചിട്ട് പോയ പിന്നെ ഞാൻ ഒപ്പൻകിയാകി നീറു കുടിയൂടಕ್ಕೆ പോകുവാ വിചാരിച്ചിട്ടിരിക്കുമ്പോ എല്ലാവരും തണ്ണി കുടിച്ചിട്ട് പോയാറ് തണ്ണി കുടിച്ചിട്ട് പോകുമ്പോ ഒരാൾ വന്ന് സുബ്ഹാനല്ലാഹ് വലിയ താടിയിൽ വെച്ചിട്ട് ഒരാള് വന്ന് അയാള് തണ്ണി കുടിക്കുമ്പോ വരുമ്പോ പക്കി നോക്കടയാലോ ഈ പക്കി കായത്ത് ഇയാൾ നല്ലതായിട്ട് കാരണം മൂത്തൊരു താടി കൊണ്ടു മൂത്തൊരു താടി കണ്ട സാധന നല്ലോട്ട് വിചാരിച്ചിട്ട് അവന്റെ പെരവില് പോയി രണ്ടാ ಅದರ ಬಗ್ಗೆ ಉಚಿತಂಗ ಚೊಂದೊಂದು ಇನಿಪ್ಪ ನಾನು ಯಾರ ಚೊಂದಿಟ್ಟು ನಿಂಗೆ ನಂಬಲಾಗಿಲ್ಲ ಅದೇ ಟೈಮಲ್ಲಿ ಒಂದು ಚೊಂದಟ ಮೋಸಲು ತಾಡಿ ಉಂಡಲ್ಲೇ ಚೊಂದಿಟ್ಟು ಅವನ ಬೆರವಲು ಹೋಗತೀರ ಈ ಪಕ್ಕಿ ಒಂದು ತಪ್ಪಾಕಿತ್ತು ಇನ್ನത്തെ ಬರೀ ಆಲ್ಮಾನ ಆ ಕಡೆ ತಪ್ಪು ಕಂಡು ಸುಲೈಮಾನ ಬೆಳಗಾಲത്തെ ಪಕ್ಕಿಯಾಗಿದ್ದು ತಾಡಿ ಕಂಡ ಸಾರ್ಥಕ ನಲ್ಲ ಆಲು ಚೊಂದಿಟ್ಟು ಆ ತಾಡಿ ಉಳ್ಳ ಆಲು ಕೊಲೆಗೆ പോയിട്ട് തന്നെ കുടിക്കാൻ ടൈമിൽ പക്കി പോയിട്ട് ഓടനക്ക് കല്ലവൽ ശരിയാലേ ഓടനക്ക് കല്ലവൽ ശരിയാലേ കാരണം നല്ല അപ്പോത്തും താടിയെല്ലാം ഉണ്ടല്ലേ സുന്നത്തുണ്ടല്ലേ പോത്തുള്ളൂ നോക്കുമ്പോ ഈ പക്കി പോയിട്ട് തന്നെ കുടിക്കുമ്പോ ആ മനുഷ്യ താടി വെച്ച മനുഷ്യ ഒരു കല്ല് പറക്കിയെടുത്തിട്ട് പക്കിയുടെ നേരത്ത് ഒരു കല്ല് വലിച്ചെറിഞ്ഞ പക്കിയുടെ ഒരു കണ്ണേ പോയത് രണ്ട് കണ്ണുള്ള അവിടെ ഒരു കണ്ണ് പോയിട്ട് പിന്നെ ഒരു കണ്ണ് മാത്രമാക്കി പക്കിക്ക് കാരണം ഒരു കണ്ണ് പോയെങ്കിൽ മനുഷ്യനും പേരാറുണ്ട് പക്കിക്ക് പേരാറുണ്ട് അപ്പൊ പക്കിയിലൊട്ട അള്ളാഹുടെ ക്വസ്റ്റൻ ഞാൻ അവന്റെ കണ്ണ് പൊട്ടുപാട്ട കാരണം ഒരു കണ്ണ് പൊട്ടുപാട്ടിയെങ്കിൽ പൊട്ടുപാട്ടിയുടെ കണ്ണ് കൈ എടുത്തെങ്കിൽ പൊട്ടുപാട്ടിയുടെ കൈ കാലെടുത്തെങ്കിൽ പൊട്ടുപാട്ടിയുടെ കൈ കാല് കൊന്നെങ്കിലും കൊന്നുണ്ട് കൊല്ലുടോ അൽ ഖിസാസ് ഖിസാസ് എന്ന ഇസ്ലാമിന്റെ നിയമമാണ് അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പക്കിറൊട്ട കേട്ടിട്ട് കണ്ണ് പൊട്ടുപാട്ട ഉണ്ടോ അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാമിനൊട്ട പക്കി ചൊന്തു വേണ്ട കണ്ണെടുക്കണ്ട കാരണം തന്റെ കണ്ണെടുത്താകുമ്പോൾ അവന്റെ കണ്ണെടുക്കണ വേണ്ട അത് സമല്ലേ പക തീറ ഈ പക ചൊല്ലത് ഇപ്പറ പോത്തു ചൊല്ലുമ്പോ ഈ കണ്ട് മറത്ത പേര് ചൊല്ലിട്ട് അപ്പറ പോത്തു വിളിക്കണേ അത് തീറ ഇവിടെ സാജെങ്കിൽ അപ്പഴ പിന്നൊന്നും അത് തീറ പക ചൊല്ലത് തീരെ തീറ നബി തന്നെ കാട്ടാത്ത ഒന്നും അള്ളാഹു മാത്രം തോപ്പിക്ക് തട്ടെ പക തീർക്കുള്ള തോപ്പിക്ക് പക തീർക്കാണ്ടിക്കുള്ള തോപ്പിക്ക് ആമീന്റെ സ്ട്രോങ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ വിചാരിച്ചില്ല അപ്പൊ ഞാൻ ചൊന്നോട്ട് വെക്കോ പിന്നെ എന്താക്കണോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പക്കി ചൊല്ലു കണ്ണെടുക്കണ വേണ്ട പിന്നെ എന്താക്കണോ ആ വെച്ച താടി ഒന്ന് ശരിയാക്കുക ചൊല്ലണോ കാരണം അവന്റെ താടി നോക്കിട്ട് ഞാൻ തെരുതപ്പിപ്പോയോ അവന്റെ കണ്ണ് നോക്കിട്ടല്ല ഞാൻ തെരുതപ്പിപ്പോയോ അവന്റെ താടി നോക്കിട്ട് ഞാൻ തെരുതപ്പിപ്പോയോ അതുകൊണ്ട് അത്ര വലിയ താടി വയ്ക്കണ വേണ്ട ഒരു നോർമൽ താടി വെച്ചെങ്കിൽ ഞാൻ തെരുതപ്പാനത് അവനാ ചൊന്നോട്ട് വന്ന് ഓരോരുത്താൽമാർ അവന്റെ ഇൽമുടെ കപ്പാസിറ്റി കൊത്തിട്ട് തലമറക്കൊടു താടി വയ്ക്കൊടു അപ്പൊ ആലിമല്ലാത്ത ആലേട്ടായെങ്കിൽ വലിയ മുണ്ടാസും കേട്ടിട്ട് വലിയ കന്തൂറ സോപ്പിട്ടിട്ട് മൊത്തം വലിയ താടി വെച്ച് വന്നെങ്കിൽ പലരും നോക്കിട്ട്
തെരുന്നപ്പോ ചാൻസ് ഉണ്ട്. വന്ന പാലക്കാട് ചങ്ങാടിമാരെ, ഞങ്ങളെ സുന്നത്ത് ഞങ്ങളെ മോത്തില് കാണണോ, ഞങ്ങളെ ഡ്രസ്സിൽ കാണണോ? അതെങ്ങനെ ഉസ്താദേ മോത്തില് കാണോ? താടി വയ്ക്കണോ? ആ താടി നബി ഞങ്ങളെ സുന്നത്തിന് വേനായിട്ട് വയ്ക്കണോ? അതേ ടൈമിൽ ഇപ്പൊ ഓരോരുത്തരെ താടി നോക്കുമ്പോ കൊണ്ട ಅವರು ಇದು സുന്നത്തര താടിയല്ല. എന്തേ കാരണ ಗಡಿಯಾರ್ಲು ಸಲೂನ್ ಉಂಟು, ಗಡಿಯಾರ್ಲು ಸಲೂನ್ ಉಂಟು, ಕನ್ನಡಕತ್ತು ಸಲೂನ್ ಉಂಟು. ಓಣಿಗೆ ಅದು മെയ്യാവാലെ ಓಣು ವೀಕೆಂಡ್ ചനിയാസനാരാസാകുമ്പോ മെയ്ക്കാത്ത പള്ളിയിൽ ബാവുട്ട കൊട്ട കൊൽക്കത്ത തൗಡು അല്ലെങ്കിൽ ജാർഖണ്ഡ് റൗണ്ട് സലൂൺ ഉണ്ട്. അവിടെ പോയെങ്കിലേ നല്ല താടി ഒപ്പാട്ടത് സമാവടോ. അതെന്താ എങ്ങനെ? അത് ചെന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ആരോ മാർക്ക് അങ്ങനെ പോണോ? നിങ്ങൾ വല്ല നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു ആരോ മാർക്ക് ഇങ്ങനെ പോണം. ഈ രണ്ട് ആരോ മാർക്ക് ഇങ്ങനെ പോകുമ്പോ അത് രണ്ട് ഡിഷും ഓരോരുത്തർ ഇപ്പൊ നിങ്ങളുണ്ടല്ലേ, നിങ്ങ ഈ റായത്തങ്ങ ഭാരി നല്ലങ്ങ അല്ലാണ്ടെങ്കിൽ എന്റെ കാറിന്റെ ടയർ പഞ്ചറായിട്ട് അള്ളാഹുകാകട്ടെ. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങളെ മോത്തല്ല നല്ല താടിയെ കണ്ടുകൊണ്ട് അള്ളാഹു തആല ഏതൊക്കെ നിലനിർത്തി തോപ്പിക്കുന്നുണ്ട്. അതേ ടൈമിലോ കൊറിയ പാലക്കാരനെ താടി നോക്കിയിട്ടില്ലേ മുസ്ലിം പാലക്കാർ ചങ്ങായിമാരെ? ഇങ്ങനെയല്ല പോയിട്ട് എന്തെല്ലാം അത് നോപ്പാണെത്തുന്ന പോലെ സിനിമത്തെ സ്റ്റൈൽ അത് തീരാ സുന്നത്ര താടി വേണം. ഞങ്ങളെ ചട്ടയില് ഞങ്ങളുടെ ഡ്രസ്സിൽ നെല്ലി തങ്ങളെ സുന്നത്ത് കാണണം. അപ്പൊ കാണണമെങ്കിൽ നോർമലായിട്ട് ഡ്രസ് ഇടണോ? ഈ കണ്ട കാലിന്റെ നെരിയാണിയില്ലേ അതിന് മേലെ പറഞ്ഞു നിന്റെ തുണി ആയെങ്കിലും പാന്റ് ആയെങ്കിലോ. അതേ ടൈമിൽ ഇപ്പത്തെ കൊറിയ പാലക്കാട് ചങ്ങായിമാർക്ക് ഒരു സ്വഭാവമുണ്ട്. പെരുന്നാൾ കണ്ട ചെറിയ പെരുന്നാൾ കണ്ട വലിയ പെരുന്നാൾ കണ്ട പോയിട്ട് പാന്റ് എടുക്കണാറ്, ഒബർക്ക് കൊണ്ടാറ്, നീക്കാലത്തിന് കൊണ്ടാറ്, ബിസിറോഡ് കൊണ്ടാറ് പാന്റ് എടുക്കണാറ്. നല്ല പൈസ കൊടുത്തിട്ട് പാന്റ് എടുക്കടാ. സുബ്ഹാനല്ലാഹ്, പാന്റ് എടുത്തിട്ട് ഇട്ട് നോക്കുമ്പോ ബദരീങ്ങളെ കണക്ക് പ്രകാരം 313 കീശ ഉണ്ട്. നന്റെ കീശ ഒന്ന് സൈഡിലെ ബൽത്തമോത്ത് മീനാർ കീശ ഉണ്ട്. ഈ റായത്തിലും ഇപ്പൊ ഇങ്ങനെ കൊടുത്തത്ര കീശ നോക്കുള്ള ഇഞ്ഞൊരു കീശ യാരെ ചെന്നെങ്കിൽ ഇഞ്ഞൊരു കീശ അല്ലേ? ഇനിയിപ്പോ യാരെ ചെന്നെങ്കിൽ ഇന്ന രണ്ട് കീശ ഉണ്ട്. അത് ഇൻസൾട്ട് ആക്കാണ്ട് ഔട്ട്സൾട്ട് ആക്കുന്നത് കണ്ടുമില്ല ഇന്നത്തെ രണ്ട് കീശ. അതേ ടൈമിലോ കൊറിയ ബാലക്കാരങ്ങൾ എന്റെ അവസ്ഥ ദൊഗല പാന്റ് ദൊഗല ചട്ടി അതിലൊക്കെ 313 കീശ. കീശ ഉള്ള 10 രൂപ മാത്രം. 10 രൂപ വേക്കോ എന്തികളപ്പ 313 കീശ. നാ ചൊമ്മോണ്ട് വന്നോ നബിതങ്ങളെ സുന്നത്തല്ലാതെ മാത്രല്ല കാലികിട്ട പാന്റ് ഉണ്ടല്ലേ, ആ പാന്റ് നെരിയാണിക കീല് പോലുക തീറാ. ഇന്നത്തെ കൊറിയ മുസ്ലിം പാതക്കാരങ്ങനെ പാന്റ് കാണുമ്പോ നെരിയാണിയുടെ കീല് വലിച്ചോണ്ട് പോണ്ടതൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദ ഫായിദ? എന്തിനാ അതിന് ഉപകാരം? ആർക്ക്? ഈ മദ്രസത്തെ ഉൾക കറുത്ത ബുർക്കയിട്ട് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാരുടെ ലാഭമുണ്ട്, അല്ലാത്ത ആളുകളുടെ ലാഭമില്ല. എന്തിനാ ലാഭം എന്തുണ്ട? ഔത്ര ഉൾക അടിക്കണമെന്നില്ല, ഔത്ര പർത്ത സിറ്റൗട്ട് അടിക്കണമെന്നില്ല. കാരണം മോണോ മാപ്പിള മൂത്തോണോ എലോണോ പാന്റ് വലിച്ചോണ്ട് പോകുമ്പോ അതിൽ പോയിട്ടേക്ക് നാ കേക്കട. ഇത് ഏത് സുന്നത്ത് മുസ്ലിം പാലക്കാരോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് യാവാലെ ജോറ് ചൊല്ലടു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആര്? ഉമർ റളിയല്ലാഹു അൻഹുടെ ಬಗ್ಗೆ നട്ടൊന്നു ചൊല്ലുകൊണ്ട് ഏകമാരെ 25 ഗുണ. ഉമർ റളിയല്ലാഹുവിന്റെ എതിർക്ക് ഹക്ക് എതിരായിട്ട് ആരെങ്കിലും ഒത്ത വന്നെങ്കിൽ ഒരു അടി സുബ്ഹാനല്ലാഹ്. പണ്ട് ഞങ്ങൾ ചൊന്നോണ്ടിരുന്നില്ലേ ഏകമാർ പോത്തുകൂടാ, ഒരടിക്ക് 2 പീസ്, ഒരടിക്ക് 2 അല്ല, ഏകമാർ 25 കൂടാ. മുതുലിൽ നിന്ന് പാലെടുത്തിട്ട് അപ്പനെ തലയെടുക്കിട്. അത്തരം വലിയ ധീരനായ മഹാനായിട്ടിക്കിട്. അതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾ നോക്കൂ, അത് കാരവാവ ഹൈപ്പർ ലൂപ്പ് എന്തോ അല്ല കാരണം. നിങ്ങൾ പിറവ് നോക്കുമ്പോൾ ആദ്യം ഇപ്പൊ വിമാനത്തെ കണ്ട് സ്പീഡിൽ യാത്ര പോകേണ്ട ഒരു വാഹനത്തെ അമേരിക്കത്തവിടെ വാഷിംഗ്ടൺ കണ്ടുപിടിച്ചിട്ടുള്ള ಅದರ ಬೇರೆ ಒಂದು ಹೈಪರ್ ಲೂಪ್. ನಾವೇರ್ಚೆ ವೇದಿ ಗಣೇಶ ಹೈಪರ್ ಲೂಪ್ ಇದು ಬಂತಾವೇರ್ಚೆ ಕಾರಣ ಆರೋಗ್ಯ ಸಚಿವ ಹೈಪರ್ ಲೂಪ್ ಬಂತಾವೇರ್ಚೆ ഇവിടുന്ന് അസുഖോട്ട് വന്നു ധീരത്തിലെ ഒന്നുണ്ട. അതീനത്തെ പള്ളിയിൽ 2 പാലക്കാരനെ ഒപ്പിട്ട് നിന്നാൽ
മദീനത്തെ പള്ളിയില് രണ്ട് ബാലക്കാരൻ ഒപ്പിട്ട് പോയിട്ടാണ് മദീനത്തെ പള്ളിയില് രണ്ട് ബാലക്കാരനെ ഒപ്പിട്ടടിക്കുമ്പോ ഇവർ നോക്കും ഉമർദിയല്ലാവിന്റെ കേട്ടിട്ട് നിങ്ങ എവിടുറങ്ങലപ്പാ അങ്ങ ചൊന്നാര് ഞങ്ങ മദീനത്തങ്ങല്ല ഞങ്ങ ഭർത്തറായത്തങ്ങ യമണ്ടങ്ങ ഉമർദിയല്ലാവിന്റെ ചൊത്ത് നിങ്ങ യമണ്ടങ്ങ ആയതുകൊണ്ട് നിങ്ങൾ ബച്ചാവായാറ് ഒരു പക്ഷേ നിങ്ങൾ ഈ റായത്തങ്ങാട്ടായെങ്കിൽ പള്ളിയിൽ